അവരെയൊക്കെ എന്തോ നേരായ മാർഗിൽ അവരെ പുറമെ നല്ലവരെന്ന് കാണിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയാണിതിപ്പോൾ. ഞാൻ ആരൊക്കെയാണെന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് കാണുന്ന പ്രേക്ഷകർക്കറിയാം. ഇപ്പം നമുക്കറിയാം കായംകുളം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കായംകുളം കൊച്ചുണ്ണിയുടെ പേരാണ്. അവിടെ കായംകുളത്തെ MLA ആണ് യു പ്രതിഭ, അറിയാലോ. യു പ്രതിഭയുടെ മകന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. എന്തായാലും അവിടെ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായിരിക്കും. അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിന്റെ പേര് ഭയങ്കര വിവാദമായിരിക്കാണ്. ഓഡിറ്റോറിയത്തിന്റെ പേരാണ് കായംകുളം കൊച്ചുണ്ണി. കായംകുളം കൊച്ചുണ്ണി ഓഡിറ്റോറിയം. ഓക്കെ ഓക്കെ, നല്ല പേരല്ലേ? നല്ല പേര്. ഇതുപോലെ നല്ല ഇത്ര പ്രതിഭയുള്ള ആൾക്കാർ MLA ആയിട്ട് വരണം. അതാണ് യു പ്രതിഭ അവിടെ ചെയ്തിരിക്കുന്നത്. നോക്കൂ, എത്രയോ മഹാന്മാരുടെ സ്ഥലമാണ് അവിടെ കായംകുളത്ത് തന്നെ. എത്രയോ മഹാന്മാർ ജനിച്ചിട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് വേറെ ആരുടെയും പേര് പറ്റാഞ്ഞ് കായംകുളം കൊച്ചുണ്ണി ഓഡിറ്റോറിയം. കായംകുളം കൊച്ചുണ്ണി എന്താണ് ചെയ്തിരുന്നത്? അടിസ്ഥാനപരമായിട്ട് എന്താ ചെയ്തിരുന്നത്? മോഷണം ഒരു കലയാക്കി കൊണ്ട് നടന്നിരുന്ന ആളാണ് കായംകുളം കൊച്ചുണ്ണി. പിന്നെ മോഷണം മാത്രമല്ല, അടിയും കൊലപാതകവും എല്ലാം നടത്തിയിട്ടുള്ള എല്ലാ നെഗറ്റീവ് ക്വാളിറ്റികളും ഉള്ള ഒരു മനുഷ്യനെ നിങ്ങൾ എന്തിന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാക്കി വെക്കുന്നു? അതും ഗവൺമെൻറ് ചെലവിൽ നമ്മളുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ച ഒരു ഓഡിറ്റോറിയത്തിന് ആ പേരിടുന്നു. കാര്യം അറിയാം. അതിൻ്റെ കാര്യം, കായംകുളം, ഓച്ചിറ, കരുനാഗപ്പള്ളി പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ആ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു കൊച്ചുണ്ണി. കൊച്ചുണ്ണി എന്നാണ് പേരെങ്കിലും അദ്ദേഹം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടതാണ്. അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി, പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു പേരിടിയിൽ കർമ്മമാണത്. അപ്പോൾ ഇവിടെ എന്താ നമുക്കപ്പോൾ ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ മോഷണത്തിനെ ഒരു കലയാക്കിക്കൊണ്ട് അതിനെക്കുറിച്ചൊരു കോഴ്സ് തുടങ്ങാം. മോഷണം എങ്ങനെ നടത്താം? തമാശയായിട്ട് വിചാരിക്കണ്ട. നമ്മുടെ VJ ജെയിംസ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ചോരശാസ്ത്രം. ചോരശാസ്ത്രം, മോഷണം എങ്ങനെ നടത്താമെന്ന് പണ്ടത്തെ ചോരശാസ്ത്രജ്ഞന്മാർ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെ നടത്താമെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു ഇതിൻ്റെ സിലബസിൻ്റെ ഒരു ഭാഗമാക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു കള്ളൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞൊരു കള്ളൻ തന്നെ, പ്രസിദ്ധനായ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന ഒരു കള്ളൻ തന്നെ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആ ആത്മകഥ ഒക്കെ ഈ സിലബസിൻ്റെ ഭാഗമാക്കാം. പിന്നെ സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ ഈ സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നതില്ലേ, റീൽസും ഒക്കെ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് സിലബസിൽ. അതെല്ലാം സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ക്രേസി ഗോപാലൻ സിനിമ കണ്ടിട്ടുണ്ടോ? ക്രേസി ഗോപാലൻ മോഷണത്തിൻ്റെ കലയാണ്, കഥയുമാണ്. അതും ഇതിൻ്റെ സിലബസിൻ്റെ ഭാഗമാക്കാം. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം. സിലബസിന്റെ ഭാഗമാക്കി. അത് എനിക്ക് കൃത്യമായിട്ടുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. സിലബസ് മീൻസ് നമ്മുടെ സ്റ്റേറ്റ് സിലബസിന്റെ അല്ല, പുള്ളിയുടെ ഇത് അത് കൃത്യമായിട്ട് എനിക്ക് ഇത് കിട്ടും. ഞാൻ ഒരു പെട്ടെന്ന് ടൈറ്റിൽ കണ്ടതാണ്, വേടന്റെ പാട്ടിന്റെ ഒരു പാട്ട്. പക്ഷെ അത് ഈ പറഞ്ഞ സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു പാട്ടാണ്, നല്ലൊരു കവിതയാണ്. പക്ഷെ അത് ആരെഴുതി എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ഒരു കഞ്ചാവ് വലിക്കുന്ന അല്ലെങ്കിൽ കഞ്ചാവിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പാട്ട് അല്ലേ എന്നുള്ള രീതിയിലായിരിക്കും കുട്ടികൾ അത് പഠിക്കുന്നത്. അതെ അതെ, അങ്ങനെ യൂത്ത് പ്രതിഭയുടെ അതാണ് കഞ്ചാവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ യൂത്ത്. ഇതിപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യുന്നോ, എന്ത് തെറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം, ആര് തെറ്റ് ചെയ്യുന്നു എന്നുള്ള പ്രശ്നം. യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് കമ്പനിയുടെ കൂടെ കൂടിയാലും കഞ്ചാവ് കഴിച്ചാലും, ഈ കഴിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ആരോപണം ഉണ്ടായാലും അത് തെറ്റല്ല. കാരണം അങ്ങനെ പറയാൻ പാടില്ല പോലീസ്. അങ്ങനെ പറഞ്ഞ പോലീസിനെ രായിക്ക് രാമാനോ അവിടുന്ന് പൊക്കി. കേരളം മുഴുവൻ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡ്രഗിനെതിരെ, ലഹരി മരുന്നുകൾക്കെതിരെ, രാസലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുമ്പോൾ യു പ്രതിഭയുടെ മകനെ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിന് പോലീസുകാർ കുറ്റക്കാരെ. അപ്പം നിങ്ങൾ പോലീസുകാർ പഠിക്കാനുള്ള ഒരു പാഠം, ആരെ അറസ്റ്റ് ചെയ്യുന്നു, അവരെന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതല്ല. അപ്പോൾ ഈ നമ്മൾ ആര് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം, എന്ത് ചെയ്യുന്നു എന്നല്ല. ഒരു MLAയുടെ മകനാണെങ്കിൽ കഞ്ചാവ് കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല, തൊട്ടുപോകരുത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ് വളരെ. ഹെഡ്ഗേവാറിൻ്റെ പേരിൽ ഒരു സ്ഥാപനം അവിടെ തുടങ്ങി. ദിവ്യാംഗരെന്ന് പറയാൻ പറ്റില്ല, ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിക്കാത്ത കുട്ടികൾക്കുള്ള, മാന്ദ്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനമാണ്. മനുഷ്യകാരുണ്യപരമായിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി സ്ഥാപിച്ച സ്ഥാപനം. അതിന് ഹെഡ്ഗേവാറിൻ്റെ പേരിട്ടു. എന്തൊരു പുകിലായിരുന്നു അവിടെ. കാരണം അത് ഹിന്ദുത്വ ബിംബത്തെ പ്രതിനിധാനം ചെയ്യുന്നു, കാവ്യെ പ്രതിനിധാനം ചെയ്യുന്നു. ആ ആൻറ്റി ഹിന്ദുയിസം അതിൻ്റെ എല്ലാ മറകളും നീക്കി അവിടെ പുറത്തു വന്നു. ഹിന്ദു ഫോബിയ,
ഇപ്പോൾ നോക്കിക്കോളൂ, കായംകുളത്ത് ഒരു കള്ളൻ്റെ പേരിട്ടിട്ട് ഒരു പ്രശ്നമില്ല. അതേസമയം ഹെഡ്ഗേവാറിൻ്റെ പേര് പാലക്കാട് ഇട്ടപ്പോൾ അത് വലിയ പ്രശ്നമാകും. നോക്കിക്കോളൂ, അതിൻ്റെ ഒരു ദേശീയ നേതാവ്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്ന ഭഗത് സിംഗിനെയൊക്കെ സഹായിച്ച, അദ്ദേഹത്തിനോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിരുന്ന ഒരാളാണ് അദ്ദേഹം. അന്ന് RSS ഇല്ലായിരുന്നേ ഉള്ളൂ, BJP ഇല്ലായിരുന്നു. എന്നിട്ടിപ്പോൾ കോൺഗ്രസ്സുകാർ ചോദിക്കുന്ന BJPക്കാരെന്തിന് സ്വാതന്ത്ര്യ സമരം നടത്തി? അത് എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരം നടത്തുന്നത്? 1980-കളിലുണ്ടായ ഒരു പാർട്ടിക്ക് എങ്ങനെ 1947 വരെ നീണ്ടു നിന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാവാൻ പറ്റും? മറുപടി പറയാൻ പറ്റില്ല. പക്ഷേ ഇവരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു, ആ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരായിരുന്നു. അവരെല്ലാം തിരിച്ചു വന്നാണ് ഓരോരോ പാർട്ടികളിലേക്ക് തിരിഞ്ഞു വന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഉള്ളവർ മാത്രമാണ് ഈ സ്വാതന്ത്ര്യ സമരം നടത്തിയത് എന്നുള്ള മൂഢ വിശ്വാസം മാറ്റണം. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കായംകുളത്തുള്ള പ്രതിഭകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് PK കുഞ്ഞുസാഹിബ്. PK കുഞ്ഞുസാഹിബിൻ്റെ പ്രാധാന്യം അറിയാമോ? അദ്ദേഹമാണ് കേരളത്തിലെ ഈ ഭാഗ്യക്കുറി പ്രസ്ഥാനം തുടങ്ങി വെച്ചത്. ഭാഗ്യക്കുറി എന്നൊരു സങ്കല്പം വരുന്നത് PK കുഞ്ഞുസാഹിബിൽ. അപ്പോൾ ഇനി ന്യൂനപക്ഷത്തിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് പേര് കൊടുക്കേണ്ടതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിടാമായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഇതുവരെ ഒരു സ്മാരകവും ആരും അങ്ങ് നിർമ്മിച്ചിട്ടില്ല. PK കുഞ്ഞുസാഹിബ്, PK കുഞ്ഞ്, ലോട്ടറിയുടെ ഉപജ്ഞാതാവ്, ആ പേരിടാമായിരുന്നു. മോഷണം നടത്തുന്ന ആള് വാരിയംകുന്നിൻ്റെ പേരുണ്ടല്ലോ, അതിൽ അവിടെ ഉണ്ട്, കോഴിക്കോട്ടുണ്ട്, വാരിയംകുന്നിൻ്റെ പേരിൽ തന്നെയുണ്ട്, മലപ്പുറത്തും ഉണ്ട്, ധാരാളം സ്മാരകങ്ങളുണ്ട്. അവരൊക്കെ ആദരിക്കപ്പെടുന്ന വ്യക്തികളാണ്. അതേസമയം ഈ ഹെഡ്ഗേവാർ എന്ന് പറയുന്നത് ഇവർക്ക് കണ്ടുകൂടാ, ഹിന്ദു വിരുദ്ധ മനോഭാവക്കാർക്ക് കണ്ടുകൂടാത്ത ചതുർത്ഥിയായിട്ടുള്ള ഒരു ബിംബമാണ് അദ്ദേഹം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കായംകുളത്ത് പിന്നെ ഉള്ള മഹാന്മാരിൽ പ്രധാനപ്പെട്ട മറ്റൊരാളെന്ന് പറയുന്നത് TKM എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ആ പ്രദേശത്തുള്ള TKM എഞ്ചിനീയറിംഗ് കോളേജിൽ TKM തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ എന്ന് പറയുന്ന ആളുണ്ട്. അതുപോലെ തന്നെയാണ് കായംകുളത്ത് ഒരു കോളേജ് സ്ഥാപിച്ച ഒരു മഹാനുണ്ട്. അതെല്ലാം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾക്ക് ന്യൂനപക്ഷക്കാരുടെ പേര് തന്നെ വേണം, ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുടെ പേര് വേണ്ട, അലർജിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ തന്നെ പേരിടാമായിരുന്നല്ലോ. മോഷണത്തെ നിങ്ങൾ എന്തിനാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്? ശരിയാണ്, ബ്രിട്ടീഷ് ചരിത്രത്തിൽ നമ്മൾ റോബിൻ ഹുഡിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഈ റോബിൻ ഹുഡ് എന്ന് പറയുന്ന ആൾ പണക്കാരിൽ നിന്ന് പണം മോഷ്ടിച്ചെടുത്തിട്ട് പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിനെ പിടിക്കാൻ ആർക്കും കഴിയുന്നില്ല. കേരളത്തിൻ്റെ ഒരു റോബിൻ ഹുഡാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം മോഷണം മുതൽ ഇങ്ങനെ വിതരണം ചെയ്തു. പക്ഷേ ഈ മോഷണമാണ് ചെയ്തത്, ചെയ്ത കൃത്യം തെറ്റാണ്. തെറ്റ് ചെയ്ത ഒരാളിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പേരിടുക എന്ന് പറയുമ്പോൾ അത് തെറ്റായിട്ടൊരു സന്ദേശം കുട്ടികൾ കൊടുക്കുന്നു. മോഷണം ഒരു പാപമല്ല എന്നുള്ള സന്ദേശമാണ് അത് വഴി കൊടുക്കുന്നത്. അദ്ദേഹം മോഷണം മുതൽ എന്തിനുപയോഗിച്ചു എന്നുള്ളതിനേക്കാൾ പ്രധാനം അദ്ദേഹം മോഷ്ടിച്ചിരുന്നോ. മോഷണം എന്ന് പറയുന്നത് അന്യൻ്റെ മുതൽ മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിലും ഹറാമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം നിങ്ങൾ ഇസ്ലാം മതത്തെ കൂടി അപമാനിക്കുകയാണ്. അത് ചെയ്ത ഒരു ഇസ്ലാമിൻ്റെ പേര് അതിന് ഇടുക വരി. വേറെ ആരുടെയും പേര് കിട്ടിയില്ലെങ്കിൽ ഒരു പേരുമില്ല, കായംകുളം ഓഡിറ്റോറിയം എന്ന് മാത്രം ഇട്ടാൽ കായംകുളത്തിൻ്റെ പരിപാവനമായിട്ടുള്ള പേര് അവിടെ സംരക്ഷിക്കപ്പെടുമായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ മതപ്രീണനം നടത്തുകയാണ്. മതപ്രീണനത്തിന് വേണ്ടി തെറ്റ് ചെയ്യുന്ന മുസ്ലിങ്ങളും അവരുടെ പേര് ഉപയോഗിക്കാം എന്നുള്ളൊരു പാഠമാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് നിങ്ങൾ നൽകുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചിരുന്നപ്പോൾ പ്രസാദ് ഉൾപ്പെടെയുള്ള അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നത്. അപ്പൊ കായംകുളം കൊച്ചുണ്ണി അത് ആരാണ്? അദ്ദേഹത്തിന്റെ പേരിൽ ക്ഷേത്രം വരെയുണ്ട്, അത് അവർക്ക് കുഴപ്പമില്ല. അതെ, നിങ്ങൾക്ക് കാവി ബിംബം പുതച്ച ഭാരതാംബയുടെ ചിത്രം സഹിക്കാൻ പറ്റില്ല. അത് ഗവർണർ രാജ്ഭവനിൽ വെച്ചിട്ടും, അത് പൊതുജനങ്ങൾ കാണുന്ന സ്ഥലത്തൊന്നുമല്ല, രാജ്ഭവനിൽ അദ്ദേഹത്തിൻ്റെ യോഗ മണ്ഡപത്തിൽ അത് വെച്ചപ്പോൾ നിങ്ങൾക്കത് പിടിക്കുന്നില്ല. ഇത് പൊതു സ്വത്ത് എന്ന് പറയുന്നത് നികുതിപ്പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പൊതു സേവനത്തിന് വേണ്ടിയിട്ടുള്ള ഒന്ന്. സേവനം എന്ന് പറയുമ്പോൾ വാടക കൊടുക്കേണ്ടി വരും കേട്ടോ, എങ്കിലും അത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിൻ്റെ പേര് നിങ്ങൾ മോഷണം നടത്തിയിരുന്ന ഒരു ക്രിമിനലിൻ്റെ പേരിടുമ്പോൾ ആ ക്രൈമിനെ കൂടി നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. കോടതിയെ നിങ്ങൾ അവഹേളിക്കുകയാണ്, നീതിന്യായ വ്യവസ്ഥയെ തന്നെ നിങ്ങൾ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തീർച്ചയായിട്ടും ഇത് വളരെ ആവശ്യമാണ് രഞ്ജിനി. കാരണം എന്താണ്, ഇടതുപക്ഷ ഗവൺമെൻറ് ഇത് വളരെ ആവശ്യമാണ്. കാരണം അടിമുടി അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ക്വാളിറ്റികളെ ഗ്ലോറിഫൈ ചെയ്യണം. എനിക്ക് തോന്നുന്നത് കായംകുളം കൊച്ചുണ്ണിയുടെ ക്ഷേത്രമുണ്ട്, ഇനി അവിടെ ചെന്ന് വല്ല നേർച്ചയൊക്കെ ചെയ്യുന്നുണ്ടോ എന്തോ, കാരണം അഴിമതി മുങ്ങി നിൽക്കുമല്ലേ, കളത്തരത്തിന്റെ അങ്ങേയറ്റല്ലേ. അവര് ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് കായംകുളം കൊച്ചുണ്ണിയാണോ? അതെ അതെ, ജഡ്ജിയമ്മൻ കോവിൽ ഉണ്ട്, ജഡ്ജിയമ്മൻ കോവിൽ എന്നും പറഞ്ഞ് ക്ഷേത്രമുണ്ട്, ജഡ്ജിയുടെ പേരിൽ, കള്ളന്റെ പേരിലും ക്ഷേത്രമാവാം. അപ്പൊ ഇനിയിപ്പോ ജഡ്ജിയമ്മൻ കോവിലില് നമ്മൾ ഇനി പൂജ നടത്തേണ്ടി വരും. രണ്ടും കൂടെ ഒരു ക്ഷേത്രത്തിലാവാതിരുന്നാൽ മതി, അവിടെ കോടതിയായി തീരും അല്ലേ.